അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മാസം നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ടും നോമ്പുകൾ കൊണ്ടും നിങ്ങൾ അലങ്കാരപ്പെടുത്തുക. പ്രത്യേകം മുഹറം മാസത്തിലെ ആശുറയിലെയും നോമ്പ് നാം പിടിക്കുക. വലിയ പ്രതിഫലവും മഹത്വവുമുള്ള നോമ്പാണ് ആശുറ നോമ്പ്. അതിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കുക. ഏത് ആശുറ നോമ്പിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേട്ടോളിൻ. عن أبي قتادة رضي الله عنه قال മഹാനായ അബീ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സിയാമു യൗമി ആശുറാ, വിശുദ്ധമായ ആശുറായ പരിശുദ്ധമായ ആശുറയിലെ നോമ്പുണ്ടല്ലോ, മുഹറം മാസത്തിൽ ആശുറ 10ാമത്തെ നോമ്പുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നി അഹ്തസിബു അലല്ലാഹി സനതല്ലദി ഖബ്ലഹു, ആ നോമ്പ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അയ്യുകഫിറ സനതല്ലദി ഖബ്ലഹു, പ്രായചിത്തമാണ്. മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആശുറയിലെ നോമ്പ് എന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പാപം പൊറുക്കാൻ അത് കാരണമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാ വർഷത്തിലുമുള്ള ആശുറയിലെ നോമ്പ് നാം പിടിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു തരുമ്പോൾ നമുക്ക് അതിലൂടെ എങ്ങാണ് മരണമുണ്ടായി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപമുക്തരായിക്കൊണ്ട് സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് ചില ആളുകൾ പറയും, ഈ നോമ്പുകളൊക്കെ പിടിക്കുന്നത് ബിദ്അത്താണ്, ഇതൊന്നും ദീനിലില്ല, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, നബിതങ്ങൾ പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളും പിടിക്കണ്ട എന്നൊക്കെ പറയും. ഹറാമൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താസ്വായിലെ നോമ്പ് നിങ്ങൾ പിടിക്കണം. താസ്വാ നോമ്പിന്റെ തെളിവുകൾ പറഞ്ഞു തരട്ടെ. ഒരു ഹദീസ് കേട്ടോളിൻ. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ عن عبد الله بن عباس رضي الله عنهما يقول حين صام رسول الله صلى الله عليه وسلم يوم عاشوراء وأمر بصيامه. ആശുറ നോമ്പ് പിടിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു